എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വുഡ്ലാൻഡ്സ്, ദ ലാർജസ്റ്റ് ഫാമിലി തീം പാർക്ക് ഇൻ ഡെവൻ. നമുക്ക് ജസ്റ്റ് ഗൂഗിളിൽ ചെന്ന് സെർച്ച് ചെയ്താൽ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. അപ്പോൾ ഇതൊരു തീം പാർക്ക്, അതായത് നമുക്ക് ആക്ടിവിറ്റീസ്, ഇൻഡോർ ആക്ടിവിറ്റീസ്, ഔട്ട്ഡോറും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ഗെയിംസ് ഒക്കെ ആയിട്ടുള്ളൊരു തീം പാർക്കാണ്. ഇവിടുത്തെ റേറ്റ് വരുന്നത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് 2 adults 1 child ആണ്. അപ്പോൾ 3 ടിക്കറ്റ്സ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് 110 centimeter എബവ് ഉള്ളത്. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജൂൺ 24 വന്നിട്ട് 63 pound വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു വേറൊരു അട്രാക്ഷൻ, ഈ പാർക്കിലുള്ള വേറൊരു അട്രാക്ഷൻ പരിചയപ്പെടുത്താനും ഞങ്ങൾ പോയ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ്. ഞങ്ങൾ പോയ ഒരു പാത്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ എൻട്രി ടു ദ വുഡ്ലാൻഡ് തീം പാർക്ക്. അതായത് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അടിപൊളി പരിപാടിയാണ്. അതായത് അവിടെ ഒരു ക്യാമ്പ് സൈറ്റ് ഉണ്ട് ഈ പാർക്കിന്റെ തന്നെ അടുത്തായിട്ട്. നമുക്ക് ടെന്റ് ചെയ്യാനും നമുക്ക് ഗ്ലാമ്പിങ്, നമുക്ക് അവിടെ പോട്ട് ഹയർ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. അതല്ലെങ്കിൽ മോട്ടോർ ഹോമോ ക്യാരവാനോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ടെന്റ് ഉണ്ടെങ്കിൽ, ഞങ്ങൾ സ്റ്റേ ചെയ്ത ടെന്റിലാണ്. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോളിഡേ അല്ലാത്ത സമയങ്ങളിൽ മൺഡേ ടു സൺഡേ ടു തേഴ്സ്ഡേ വരുമ്പോൾ 32 pound വരുന്നുള്ളൂ. വീക്കെൻഡ്സിന്റെ റേറ്റ് കൂടും, ടൈം ഹോളിഡേയ്സിന് റേറ്റ് കൂടും. അത് 3 nights കമ്പൽസറി ബുക്കിംഗ് വരും. എക്സ്ട്രാ പേഴ്സിന് 10 pound ഇലക്ട്രിക് ഹുക്കപ്പും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള അവസരങ്ങളുണ്ട്. ഇലക്ട്രിക് ഹുക്കപ്പോ അല്ലെങ്കിൽ നമുക്ക് വേറെ ചെറിയ ടെന്റ് ബോട്ട് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ ഈ സെയിം ഫാമിലി നമ്മൾ ഇവിടെ ക്യാമ്പ് ചെയ്യാന്ന് നോക്കി, അതായത് 2 nights. ഇപ്പൊ ഞാൻ സെയിം ഡേറ്റ് തന്നെ 24th ഇവിടെ കാണിച്ചപ്പോൾ ഇവിടെ ഞാൻ 24th 2 nights 4 പേര്, ഒരു ഇൻഫന്റ് ഉണ്ട്. അപ്പോൾ 4 പേര് കൂടി ക്യാമ്പ് ചെയ്യുമ്പോൾ 2 nights സ്റ്റേക്കും 3 days ഹോൾ നമുക്ക് ഈ ആക്ടിവിറ്റി യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ 24th നമ്മൾ അവിടെ ചെക്കിൻ ആകുന്ന സമയത്ത് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. അങ്ങനെ അവിടെ നൈറ്റ് സ്റ്റേ ചെയ്ത് 25th ആക്ടിവിറ്റീസ് യൂസ് ചെയ്യാം. വീണ്ടും അവിടെ സ്റ്റേ ചെയ്ത് 26th ചെക്ക് ഔട്ട് ആയതിനു ശേഷവും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ആക്ടിവിറ്റീസ് യൂസ് ചെയ്യാവുന്ന. നമുക്ക് ഹോൾ ആ ഒരു ഫുൾ പാക്കേജിന് നമുക്ക് ആകെ 85 pound ആണ് നമുക്ക് വരുന്നുള്ളൂ. അപ്പൊ ഈ ഒരു പാക്കേജ് എടുത്തിട്ട് ഞങ്ങൾ അവിടെ പോയി ക്യാമ്പിംഗ് ടെന്റ് ചെയ്തു, ആക്ടിവിറ്റീസ് യൂസ് ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പാർക്കിൽ ചെല്ലുമ്പോൾ നമ്മൾ അവിടെ ക്യാമ്പ് ചെയ്തിട്ട് ഏർലി മോർണിംഗ് നമുക്ക് അവിടെ 10 മണിയാകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് സ്റ്റേയിങ് ഗസ്റ്റിന് 8-9 മണി മുതൽ എങ്ങാണ്ട് നമുക്ക് അവിടേക്ക് ആക്സസ് ഉണ്ട്. അവിടുത്തെ സ്റ്റാഫ് അധികം വേണ്ടാത്ത മോട്ടറൈസ്ഡ് അല്ലാത്ത ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് 10 മണി മുതൽ നമുക്ക് ഉച്ച വരെ നമുക്ക് അടിച്ചു പൊളിച്ച് യൂസ് ചെയ്യാം. ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കാണ് തിരക്ക്. 12 മണിയോട് കൂടിയൊക്കെയാണ് അവിടെ നല്ല തിരക്ക് വരുന്നത്. ഈവനിങ് ആണെങ്കിൽ നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരും ഓരോന്നിലും കയറാനൊക്കെ ആയിട്ട്. അതുകൊണ്ട് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത് ഞാൻ നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാണ്. ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല, ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുന്നു. ബാക്കി വീഡിയോസ് ഇതിന്റെ കൂടെ കാണാം. ക്യാരവനും മോട്ടോർ ഹോമിനും ടെന്റിനും എല്ലാം സെപ്പറേറ്റ് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നന്നായി ബുഷ് നല്ല ഹൈറ്റ് ഉള്ള കാരണം കൊണ്ട് ഒരു 4-6 പേര് ഉള്ള സെഷനാണ്. അപ്പോൾ അപ്പുറത്തുള്ളവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. ഇത് പാർക്കിലേക്ക് വരുന്ന ആളുകൾക്കുള്ള പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ആകാശ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ 2 വശങ്ങളിലായിട്ട് സൂ പോലെ സെറ്റ് ചെയ്തേക്കാണ്. അത് എമ്മും കങ്കാരൂസും കാര്യങ്ങളെല്ലാം ആയിട്ട് നല്ല രസമാണ്. കയറി വരുമ്പോൾ തന്നെയുള്ള എൻട്രൻസിൻ്റെ കാഴ്ചകളാണിത്. അത് നമ്മൾ ശരിക്കും അവിടെ നോക്കി നിന്ന് പോവും. നമ്മൾ വിചാരിക്കുമോ ഇവിടെയൊക്കെ കാങ്കാരൂസ് ഉണ്ടാവും എന്ന് വിചാരിക്കും. നല്ല നല്ല വെറൈറ്റി ഇനങ്ങളൊക്കെ ഉണ്ട്. വൈറ്റ് കളറുണ്ട്. അങ്ങനെ നല്ല രസമാണ്. അത് നമുക്ക് കണ്ട് തന്നെ പിള്ളേർ എൻട്രൻസ് കയറുമ്പോൾ തന്നെ ഭയങ്കര സർപ്രൈസ്ഡായി, ഓ ഇത് നല്ല രസമാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതൊരു അട്രാക്റ്റീവ് കാഴ്ചയായിരുന്നു. നമുക്ക് എമ്മു ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു എൻട്രൻസിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ. പിന്നെ നല്ല സീനറിയാണ്. പിന്നെ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു അട്രാക്ഷൻ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത്. അതാണ് വുഡ്ലാൻഡ്സ് വെൽക്കം. അവിടെ നിന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് അവിടെ റൈറ്റ് സൈഡിൽ പാർക്കിംഗ് ചെയ്തിട്ട് നമുക്ക് അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് നേരെ നമ്മുടെ സൈഡിലേക്ക്. ഞങ്ങൾ രാവിലെ ഒരു 10-11 മണിയോട് കൂടി ഞങ്ങൾ അവിടെ ചെന്നു. അപ്പോൾ നമുക്ക് പിച്ച് അലോക്കേഷൻ കിട്ടി. ഹാർഡ് കോറിൻ്റെ പിച്ചായിരുന്നു. അപ്പോൾ അടിയിലിടാനുള്ള മെമ്പറൈൻ അവർ തന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ പിച്ച് സെറ്റ് ചെയ്യാണ് ചെയ്തത്. നമ്മുടെ കയ്യിലുള്ളത് ഗ്രാസ് പിച്ചിന്റെ പെക്സ് ആണ്. അതായത് ഇങ്ങനത്തെ ഗ്രാസ് പിച്ചിൽ അടിക്കുന്നത്. ഇത് ഹാർഡ് കോർ പിച്ചാണ്. അപ്പൊ നമ്മുടെ ഹാർഡ് കോർ ആകെ 2 ഉള്ളൂ. ഫ്രണ്ട് ഭാഗം യൂഷ്വലി വെക്കണതാ. അപ്പൊ ഇങ്ങനത്തെ ഹാർഡ് കോറിന്റെ ഇത് നമുക്ക് ഇവിടുന്ന് റെന്റിന് കിട്ടും. റെന്റ് അല്ല, ജസ്റ്റ് ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. 25 pound 20 പെക്സിന് 25 pound ഡെപ്പോസിറ്റ് ചെയ്തു. റിട്ടേൺ ചെയ്യുമ്പോൾ ക്യാഷ് ബാക്ക് ആണ്. So this is good, strong enough for the hardcore pitch. Yeah. Thank you. Let me try.
ഓൾമോസ്റ്റ് സെറ്റപ്പ്. മിനുക്ക് പണികൾ നടക്കുന്നു. കുറച്ചുകൂടെ പണിയുണ്ട്. നമ്മൾ ടെന്റിന്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാൻ പോവാണ്. നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു. ഇത് ശരിക്കും 4 ആളുകൾക്ക് കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടെൻ്റാണ്. ഫ്രണ്ടിലുള്ള ഒരു ലിവിങ് റൂമും അതിൻ്റെ ഉള്ളിൽ ബെഡ്റൂമുമാണ്. ബെഡ്റൂമിൽ നമുക്ക് ശരിക്കും 2 ഡബിൾ ബെഡ് ഇടാം. 200x200ൻ്റെ 2 ബെഡ് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇടാൻ പറ്റും. 4 പേർക്ക് നേരെയായിട്ട് കിടക്കാൻ പറ്റുന്ന നല്ല സ്പേഷ്യസ് ആയതാണ്. അപ്പോൾ നമ്മൾ ലിവിങ് റൂമിൽ നമ്മുടെ ലഗേജും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് നമ്മൾ വെക്കണത്. മറ്റപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് വേറെ പ്രാണികൾ കയറാണ്ട് എക്സ്ട്രാ ഒരു ലെയർ ഓഫ് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സുഖമാണ്. ബെഡ്റൂം. വെൽക്കം ടു ബെഡ്റൂം. അല്ല, ഹോം ടൂർ. ബെഡ്റൂം ഫോർ 2. Big house. Hello guys. Today we're having a camp and today we're going നമ്മുടെ ഫിഷ് ബിരിയാണി ഉണ്ട്. ഹോംലി ഫുഡ്. home. ലെൻസിന്റെ ഇതിന്റെ ടാഗ് ഒക്കെ ഉണ്ട്. ക്യാമ്പ് സൈറ്റിൽ നിന്ന് ഇറങ്ങി പാർക്കിലോട്ട് പോകുന്ന വഴി. അവിടെ ഒരു ജനറൽ സ്റ്റോർ ഉണ്ട്. കണ്ടോ, ഇവിടുത്തെ ജനറൽ സ്റ്റോറിൽ ഉണ്ടാക്കിട്ടേ ഐസ്ക്രീം ഉണ്ടാവും. ഐസ്ക്രീം 2 pounds. Lots of ice cream. Mango bar. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഫസ്റ്റ് സ്റ്റേജ്. പാർക്ക് എത്തിയില്ലേ? ഞാൻ വഴിതെറ്റിപ്പോയി. റിസപ്ഷൻ ഓഫീസ്. leisure park. Relax. Chilly mountain soul here. Super. Guys, ഇവിടെ ഇത്രയും സാധനങ്ങളുണ്ട്. ഇത് നോക്കി കണ്ടുപിടിച്ച് ഇത്രയും സ്ഥലങ്ങളിൽ പോവാൻ പറ്റുമോ? എത്ര മണിയായി? 8 മണിയായി. നൂഡിൽസ്. ഞങ്ങൾ തന്നെ ടെൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞ് കുറച്ച് റൈഡിലും കാര്യങ്ങളൊക്കെ കയറി വന്നു. പിന്നെ ഡിന്നർ കുക്ക് ചെയ്തു. രാത്രി ന്യൂഡിൽസ് ഉണ്ടാക്കി കഴിച്ച് കിടന്നു. അപ്പോൾ വീഡിയോസും ബാക്കിയെല്ലാം റൈഡിൻ്റെ വിശേഷങ്ങളെല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.